ഒരാൾ അനാവശ്യമായി ചിന്തിക്കുമ്പോൾ ആ ചിന്തകൾ ആ വ്യക്തിയെ കൊല്ലുവാൻ വരെ ശക്തിയുള്ളതാണെന്ന് മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മറ്റെല്ലാ ആയുധങ്ങളെക്കാൾ ശക്തിയേറിയതാണെന്ന് മനസ്സിലാക്കി അനാവശ്യമായ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. ഒന്നുകൂടി പറഞ്ഞാൽ, പിശാചിന് ഇടം കൊടുക്കുന്ന സ്ഥലമാണ് ചിന്തകൾ. പിശാചിന് ചിന്തകൾ ഇടാൻ കഴിയും. എന്നാൽ ആത്മാവിൻ്റെ ചിന്ത ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവിനൊരു ചിന്തയുണ്ട്, അത് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, വചനത്തിൻ്റെ ധ്യാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ മൂവാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ മനസ്സിൻ്റെ ചിന്തകളിൽ ഇന്നലകളിലെ കാര്യം, കുറ്റബോധങ്ങൾ, മറ്റുള്ളവർ ചെയ്തത് എല്ലാം നമ്മുടെ അകത്തിട്ട് അതിനെ വലുതാക്കി അങ്ങനെ നമ്മെ വളരെ അസ്വസ്ഥതയുള്ളവരാക്കി അനർത്ഥത്തിലേക്കും മരണത്തിലേക്കും വരെ ഇത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യ ചിന്തകൾക്ക് അവസരങ്ങൾ ഇല്ലാത്തവരായി നാം തീരണം. നമ്മുടെ ചിന്തകൾ എപ്പോഴും യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ ആയിരിക്കണം. രാപ്പകൽ നീ ഈ ദൈവവചനം ധ്യാനിക്കണം. ഈ കാര്യങ്ങൾ, ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. 1-ാം സങ്കീർത്തനം പറയുന്നത് പോലെ രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കണം. അതിൻ്റെ അർത്ഥം ഈ ഓവർ തിങ്കിങ്, അനാവശ്യമായ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ കഴിഞ്ഞു പോയതിനെയും ഇനി വരാൻ പോകുന്ന ഇതിൻ്റെ തിക്തമായ ഫലങ്ങൾ മുഴുവൻ അനർത്ഥമാണെന്ന് ചിന്തിച്ചും മനം കലങ്ങി ജീവിതത്തെ തച്ചുടയ്ക്കുന്ന പരിപാടികൾ വിട്ടുകളയണം. ഇന്നത്തെ ദിവസം കർത്താവ് അതിനുള്ള കൃപയും ബലവും നമുക്ക് ധാരാളമായിട്ട് കർത്താവ് തരും. നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ആ വലിയ വീട്ടിനകത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ, അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. കൊർന്നല്യോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല സൗണ്ട് ഹോൺ, നല്ല പിടിപാടുള്ളവൻ, നല്ല ബലമുള്ളവൻ, ശക്തനാണ്, അധികാരമുള്ളവനാണ്, നല്ല സൗണ്ടുള്ള കുടുംബമാണ്. ഒച്ചപ്പാടും ബഹളവും അല്ല, സാമ്പത്തികമായിട്ട് നല്ല സൗണ്ടാണ്, വിദ്യാഭ്യാസപരമായിട്ട് നല്ല സൗണ്ടാണ്, നല്ല ബന്ധങ്ങളുള്ളവനാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് ആള്. അപ്പൊ കൊർന്നല്യോസ് ഇതെല്ലാം ഉണ്ടായിട്ടും ഭക്തിയോടെ പ്രാർത്ഥിച്ചും ദൈവത്തെ ഭയപ്പെട്ടും, അത് മുഴു കുടുംബത്തോടുകൂടി, മാത്രമല്ല ദാനധർമ്മങ്ങൾ ചെയ്തും എപ്പോഴും ദൈവസന്നിധിയിലിരുന്നു. ദൈവത്തെ നന്നായിട്ടൊന്നും അറിയില്ല, നമുക്കറിയാവുന്നതിൻ്റെ 1000-ൽ 1 കൊർന്നല്യോസിന് അറിയില്ല. എന്നിട്ടും നമുക്കില്ലാത്ത ഭക്തിയും ദൈവഭയവും പ്രാർത്ഥനയും ചാരിറ്റി വർക്കും എല്ലാം കൊർന്നല്യോസിനുണ്ടായി. കൊർന്നല്യോസ് ഈ കാര്യത്തിൽ വളരെ കുടുംബമായിട്ട് തിരക്കുള്ള വ്യക്തിയായിരുന്നു. ആ വീട്ടിലാണ് ഒരു എൻകൗണ്ടർ ഉണ്ടായത്. കർത്താവ് ഒരു ദൂതനെ അവിടെ അയച്ചത്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 5-ൽ ഇപ്പോൾ, അതായത് പറഞ്ഞത് ഇങ്ങനെയാണ്: കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവനോട് പറയുന്നത്. അതിൽ കാണുന്നത്, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച 5-ാം വാക്യത്തിൽ പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവന്റെ കൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തോൽക്കൊല്ലനാണ്, തീരദേശത്ത് പാർക്കുന്നവനാണ്, ഒരു സാധാരണ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ നാളുകൾ തബീത എന്ന മരിച്ച സ്ത്രീയെ ഉയർപ്പിച്ച ശേഷം യോപ്പയിൽ തന്നെ പത്രോസ് വളരെ നാളുകൾ പാർത്തു. അത് യോപ്പയിൽ എങ്ങും വലിയ പ്രസിദ്ധമായി, അനേകർ കർത്താവിലേക്ക് തിരിയാൻ അത് കാരണമായി.
അപ്പോൾ അനേകർ ആ 9-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അനേകർ കർത്താവിലോട്ട് തിരിയാൻ കാരണമായതുകൊണ്ട് അവൻ അവിടെ നിന്നു. അതാണ് ആ 42, 9:42, 43. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അപ്പോൾ വളരെ നാളുകൾ യോപ്പയിൽ പത്രോസ് പാർക്കാൻ കാരണം ഈ അത്ഭുത നിമിത്തം കടന്നു വന്നവരെ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെയാണ് ആ വീട് പോലും തുറന്നു കിട്ടിയത്. ആ വീട്ടുകാർ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പാർത്താൽ മതി, എത്ര കാലം വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പാർക്കാം, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യാം, അങ്ങേ ദൈവം അയച്ചതാണ്, തബീതയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്തത് ഞങ്ങൾക്കറിയാം, അങ്ങ് വില മുടക്കി വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു. ഇപ്പം യോപ്പയിൽ പത്രോസ് എപ്പോഴും കാണുന്നൊരു കാഴ്ച തബീതയുടെ മിനിസ്ട്രിയും ആ സഭയുടെ ഉണർവും എല്ലാം പത്രോസിനെ ആ സീസണിൽ കാണാൻ കഴിഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ആ യോപ്പയിലെ സഭയ്ക്ക് പത്രോസ് ഭയങ്കര അനുഗ്രഹമായി മാറി. അങ്ങനെ ആ സഭയിലൊരു മെമ്പറായിരിക്കാം ഈ തോൽക്കൊല്ലനായ ശീമോൻ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പത്രോസ് പാർക്കുകയാണ്. എന്നിട്ട് അവിടെ വെച്ചാണ് ഈ ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. എന്താണ്? യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, അദ്ദേഹത്തെ കൊണ്ടുവരിക. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് പേരുള്ള ശീമോനെ കൈസരിയിലേക്ക് കൊണ്ടുവരിക. അദ്ദേഹം വന്നാൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ പേര് എല്ലാം പലരുടെ കയ്യിലേക്ക് കൊടുക്കുവാൻ ഈ കർത്താവിന് കഴിയും. അതാരുടെ കയ്യിലും. പത്രോസിൻ്റെ പേര് കൊർന്നല്യോസിൻ്റെ കയ്യിൽ വരികയാണ്. പത്രോസ് പാർക്കുന്ന വീടിൻ്റെ അഡ്രസ്സ് എല്ലാം, വഴി എല്ലാം, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും ഫേസ്ബുക്ക് ഐ ഡിയും എല്ലാം ആരുടെ കയ്യിൽ? കൊർന്നല്യോസിൻ്റെ കയ്യിലേക്ക് ദൈവദൂതൻ കൊടുക്കുകയാണ്. നീ കർത്താവിലാണോ? നീ ഭക്തിയോടെയാണോ? നീ പ്രാർത്ഥനയിലാണോ? നീ വിശ്വാസത്തിലാണോ? നിന്റെ അഡ്രസ്സ് ഒത്തിരി പേരുടെ കയ്യിലെത്തും. നീ ഭക്തിയില്ലാത്തവനാണെങ്കിൽ നീ അഡ്രസ്സിൻ്റെ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് നടന്നാലും ആരും നിന്നെ തിരിഞ്ഞുപോലും നോക്കില്ല. നിന്റെ ഒരു പ്രോഗ്രാമും ആരും ശ്രദ്ധിക്കില്ല. നിന്നെ ആർക്കും അറിയാൻ താല്പര്യമില്ല. നിന്നെ അറിഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു ഫലമില്ലാത്തവനാണ്, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തവനാണ്. എന്നാൽ പ്രയോജനപ്പെടുന്നവനാണോ? നിന്റെ അഡ്രസ്സ് കർത്താവ് പലരുടെയും കയ്യിൽ കൊടുക്കും. കർത്താവ് അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അതെല്ലാം കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിനോടൊരു ദൈവദാസൻ ദൂത് പറഞ്ഞു, നിനക്ക് ഞാനൊരു വീട് തരും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എങ്ങനെയോ നമ്പർ കിട്ടിയ ഒരാൾ അദ്ദേഹത്തെ തപ്പി വന്നു. വേറൊരു നാട്ടുകാരൻ അഡ്രസ്സ് കിട്ടി വന്നതാ. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. എന്നാലും നിനക്ക് എന്തെങ്കിലും? ഇല്ല. അപ്പോൾ പരിഭാഷപ്പെടുത്തുന്ന ആൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ഒരു വീട് കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു. അപ്പം മറ്റേയാൾ അത് മതി. പിന്നീട് ഇദ്ദേഹം ഒന്നും അറിയേണ്ടി വന്നില്ല. ആ വീട് തീരും വരെയുള്ള മുഴുവൻ ചെലവ് ആ അപരിചിതനായ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് വന്നത്. ഇദ്ദേഹം ഇതൊന്നും അറിയേണ്ടി പോലും വന്നില്ല. എത്ര സ്ക്വയർ ഫീറ്റ് പണിയണമെന്നും എങ്ങനെയുള്ള വീട് പണിയണമെന്നും ഒന്നും ഇദ്ദേഹത്തിന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സിൽ ഏത് പ്ലാനിലുള്ള വീടാണോ അത് പണിത് കൊടുക്കാൻ പറ്റിയ ഒരാളെയാണ് ദൈവം തൻ്റെ അടുക്കൽ അയച്ചത്. ഇതാണ് കർത്താവിൻ്റെ കാര്യം. നീ ദൈവഭക്തിയിലാണോ? നിനക്ക് വേണ്ടിയുള്ളത് പത്രോസെ അന്വേഷിച്ചു വരും. നീ പാർക്കുന്നിടത്ത് വരും. അതിന് പത്രോസ് ചെയ്തത് എന്താണ്?
അവൻ ഒരുങ്ങിയിരുന്നു. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ തക്ക സമയത്ത്, പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈയുടെ കീഴെ താണിരിക്കുക. എപ്പോഴാണ് ഒരു വിളി ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഒരു വഴി തുറക്കുന്നത്, എപ്പോഴാണ് ഒരു ഷിഫ്റ്റ് നടക്കുന്നത് നമുക്കറിയില്ല. അത് എപ്പോഴായാലും നടക്കും. അതുവരെ നാം കാത്തിരിക്കണം. ഒരു സമയം വരും, ആ സമയത്ത് നടന്നിരിക്കും. അതിനുവേണ്ടി നാം ദൈവസന്നിധിയിൽ ഇരുന്ന് കൊടുക്കണം. അടുത്തത് വചനം പഠിക്കുക. വചനമാണ് നമുക്ക് വിശ്വാസം ഉണ്ടാക്കി തരുന്നത്. റോമാലേഖനം 10:17 വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ വചനം ധ്യാനിക്കുക, പഠിക്കുക, ഹൃദിസ്ഥമാക്കുക, വായിക്കുക, കേൾക്കുക, വചനത്തോട് കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. 2, വെറുതെ കിട്ടുന്ന സമയം വചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. വചനത്തെക്കുറിച്ചുള്ള കുറേ പുസ്തകം വായിക്കുന്ന കാര്യമല്ല, ബൈബിൾ വായിച്ച് ധ്യാനിക്കുക. കിട്ടുന്നതല്ല എഴുതി ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതുക. അത്രയും ചെയ്താൽ മതി, അറിയാവുന്നത് പോലെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സഭയിൽ പോകുന്നവർ ആ സഭയിലെ പാസ്റ്ററോടോ ആരോടെങ്കിലും ചോദിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇപ്പോൾ ആവശ്യം പോലെയുണ്ട്. പ്രൈസ് ജനറേഷനുമായി ബന്ധപ്പെട്ടവർക്ക് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, മറ്റാരോടെങ്കിലും വിളിച്ച് ചോദിക്കാം. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ശരിയായ അർത്ഥങ്ങൾ. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റാരെങ്കിലും കാത്തിരിക്കണോ? സ്നാപയോനാൻ അറിയില്ല, ഇനി യേശു തന്നെയാണോ? ഒരു സംശയം വന്നു. ഉടനെ യേശു രോഗികളെല്ലാം സൗഖ്യമാക്കിയിട്ട് മുടന്തർ സൗഖ്യമാകും, നടക്കുന്നു, കുരുടന്മാർ കാണുന്നു, മരിച്ചവർ ഉയർക്കുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി അവനോട് പറയാം. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. യേശുവിൽ ഉറച്ചു നിൽക്കുക, യേശുവിൽ വിശ്വസിക്കുക, ദൈവവചനം മനസ്സിലാക്കുക. യേശുവിൻ്റെ മറ്റൊരു പേരാണ് വചനമെന്ന പേരുള്ളവൻ, ദൈവവചനമെന്ന നാമമുള്ളവൻ എന്ന് പറയുന്നു. വചനം ദൈവമാണ്. വചനത്തെ നമ്മൾ ഉള്ളിലോട്ടാക്കും തോറും നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സാധ്യത നമ്മെ തേടി വരാൻ കൂടുതൽ സാധ്യതയാണ്. അടുത്തത് പ്രാർത്ഥിക്കുക. ഒരുങ്ങുക, വചനം പഠിക്കുക, പ്രാർത്ഥിക്കുക. ഈ 3 കാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. പ്രാർത്ഥന. കൊർന്നല്യോസ് അവിടെ പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് അടുത്തു വരുന്നു. ഇങ്ങനെ പറയാൻ കൊർന്നല്യോസിനെ അറിയില്ല, നമുക്കറിയാം. നമുക്ക് ദൈവത്തെ പിതാവായിട്ട് അറിയാം, യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായിട്ട് അറിയാം, നമ്മുടെ നാഥനായിട്ട് അറിയാം. ഇതൊന്നും അറിയാത്ത കൊർന്നല്യോസ് ഇത് ചെയ്തില്ലേ? പത്രോസിന് എത്ര മടങ്ങ് അധികം അത് ചെയ്യാൻ കഴിയും. കർത്താവിൻ്റെ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം, കൂടുതൽ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ഈ പത്രോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ അടുക്കലേക്കാണ് ദൈവം അഡ്രസ്സ് കൊടുക്കുന്നത്. അതാണ് കൊർന്നല്യോസിനോട് പറയുന്നത്, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. ഒരുങ്ങിയിരിക്കുന്നവനെ, നിറഞ്ഞിരിക്കുന്നവനെ, ശക്തിപ്പെട്ടിരിക്കുന്നവനെ, ദർശനമുള്ളവനെ, സ്വർഗീയ സ്വപ്നമുള്ളവനെ, ആത്മാവിൻ്റെ ഒരു ചലനമുള്ളവനെ, കൃപയുള്ളവനെ, വരങ്ങളാൽ ജ്വലിച്ചിരിക്കുന്നവനെ, കർത്താവിൻ്റെ വേലയെ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം ഉറ്റിരിക്കുകയാണ്. തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകണം. അതിനുവേണ്ടി ഇതിനകത്തിരുന്നാൽ മതി. നീ അഭിവൃദ്ധിക്ക് വേണ്ടി ഓടണ്ട. നീ കർത്താവിലിരിക്കുമ്പോൾ എല്ലാവരും നിന്നെ തേടി വരും, നിന്റെ അടുക്കലേക്ക് വരും. ശലോമോനെ, നിന്റെ ജ്ഞാനം ദൈവത്തിൽ നിന്നാണെങ്കിൽ ഭൂമിയുടെ അറുതികളിലുള്ള ശേബാരാജ്ഞി ഉൾപ്പെടെ എല്ലാവരും നിന്റെ അടുത്ത് ജ്ഞാനം കേൾക്കാൻ വരും, ഗിഫ്റ്റുമായിട്ട് വരും. ശലോമോന്റെ കാലത്ത് കിട്ടിയ പൊന്നു പോലത്തെ പൊന്ന് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന്. അതുപോലെ നിനക്ക് ഏറ്റവും വിലയേറിയത്, ഒരിക്കലും ആരുടെ കയ്യിൽപ്പെടാത്തത് നിന്റെ കൈകളിൽ വരും. നീ കാത്തിരുന്നാൽ മതി, കർത്താവിൽ ആശ്രയിച്ചാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ടവർക്ക് വലിയ ജ്ഞാനവും വലിയ വിവേകവും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ,
ഇന്ന് പറഞ്ഞ ഓരോ വചനങ്ങളും അവരെ സ്പർശിക്കണമേ. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ്. ഇവരുടെ അഡ്രസ്സിനൊരു വിലയുണ്ടാകട്ടെ, ഇവരുടെ പേരിനൊരു വിലയുണ്ടാകട്ടെ, ഇവർ പാർക്കുന്ന ദേശത്തിനൊരു വിലയുണ്ടാകട്ടെ. ഇവരവിടെ ഉള്ളത് കൊണ്ട് ഇവരുടെ ദേശം അങ്ങനെ പ്രസിദ്ധിപ്പെട്ടതായി മാറട്ടെ. ഇത് കേൾക്കുന്നവർക്കെല്ലാം ഒരു ആത്മപ്രവാഹത്തിൻ്റെ ചലനമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിനെ ഭയപ്പെടാം, കർത്താവിനെ കാത്തിരിക്കാം. നമ്മെ തേടി നന്മകൾ വരും. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലസ് യു. കാൽവരി മലയുടെ മുകളിലാ എൻ രക്ഷകൻ പോയി